ഹായ്, ഞാൻ RJ അയ്യർ. നമ്മൾ അറിഞ്ഞുകൊണ്ട് മണ്ടന്മാരാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ ഒരു പൊതുവിചാരം ഉണ്ടല്ലോ, നമ്മളെ ആർക്കും മണ്ടന്മാരാക്കാൻ പറ്റില്ല, നമുക്ക് കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ട്, കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെയാണ് വിചാരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ചില സമയത്തെ പ്രവൃത്തികൾ നമ്മളെ വലിയ അബദ്ധത്തിലേക്ക് നയിച്ചേക്കും. പല വ്യക്തികളും അത്രയും കാലം വിചാരിച്ചു വച്ചിരിക്കുന്നത് ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ യാതൊരു പ്രശ്നവുമില്ലെന്നാണ്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ആ ദൂഷ്യം എത്രമാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അപ്പോഴത്തേക്കും ഇവർ ഒരു കെണിയിൽ അകപ്പെട്ട പോലെ ഒരു അവസ്ഥയിലും ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്വതവേ സംഭവിക്കാൻ സാധ്യതയുള്ള 5 അബദ്ധങ്ങളെയാണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്ന 5 അബദ്ധങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഇതിനോടകം കുടുങ്ങിപ്പോയിട്ടുള്ളതോ അല്ലെങ്കിൽ തൊട്ടടുത്ത കാലയളവിൽ കുടുങ്ങിപ്പോകാൻ സാധ്യത ഉള്ളതോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണാനും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാനും ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം, കടം കൊടുക്കുന്നത്. ഒരു വ്യക്തിക്ക് അയാളുടെ ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ധനം കടമായിട്ട് കൊടുക്കുന്നത് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? അങ്ങനെയാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു തരത്തിൽ അത് കറക്റ്റ് തന്നെയാണ്. നമ്മൾ ഈ പണം കുറെ കൂട്ടി വച്ചിരിക്കുന്നത് എന്തിനാണ്? മറ്റുള്ളവരെ സഹായിക്കാനും കൂടിയാണ്. പക്ഷേ നമ്മുടെ ഒരു അത്യാവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ധനം വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ നമ്മുടെ അടുത്ത് കൊടുത്തു എന്ന് വെച്ചോ, അത് യഥാസമയം മടങ്ങി കിട്ടിയില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നം എത്രമാത്രം വലുതായിരിക്കും? അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് പലപ്പോഴും പറ്റിപ്പോകുന്നത് ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കോ എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് അവർ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് തന്നെ ചോദിച്ചിട്ട് ചിലർ കുറച്ച് പണമൊക്കെ കടം കൊടുത്തു എന്ന് വന്നായിരിക്കും. ബഹുഭൂരിപക്ഷത്തിലും ഇങ്ങോട്ട് ചോദിക്കും, എൻ്റെ കയ്യിൽ കാശുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്, വേറെ നിവൃത്തിയില്ല. നമുക്ക് കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും അവരുടെ ആ സന്ദർഭത്തിൽ പറയാൻ പറ്റില്ല, അങ്ങനെ കൊടുക്കും. ഈ വ്യക്തി കൃത്യസമയത്ത് തിരികെ നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ വാങ്ങിച്ച ആളിന് നമുക്ക് ആ പണം തിരികെ തരാൻ പറ്റാതെ വരും. അത് ചിലപ്പോൾ ബോധപൂർവമായിരിക്കും, അയാളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയുള്ളതായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള ശേഷി ഉണ്ടാവില്ല. ഇത് രണ്ടായാലും ശരി, നാം വലിയൊരു പ്രശ്നത്തിലേക്കായിരിക്കും ഈ സമയത്ത് ചെന്നപ്പെടുക. കാര്യം ഈ ധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചിലപ്പോൾ ഒരു ലോൺ അടയ്ക്കാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ ഒരാളുടെ കല്യാണത്തിന്റെ കാശായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു വീടിന് വേണ്ടിയിട്ട് നമ്മൾ കരുതി വെച്ചിരുന്ന കാശായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിത പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കരുതി വെച്ചിരുന്ന കാശായിരിക്കും. ഇത് യഥാസമയത്ത് നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ നമ്മളാകെ പെട്ടുപോകില്ലേ? നമ്മൾ പല ആവർത്തി ഇയാളുടെ അടുത്ത് ചോദിക്കും, അയാൾ തൻ്റെ നിസ്സഹായ അവസ്ഥ പറയും. ചിലപ്പോൾ നാളെ തരാമെന്ന് പറയും, മറ്റന്നാൾ തരാമെന്ന് പറയും. അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകും. പിന്നെ ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശകൾ ആരംഭിക്കും, ഇല്ലെങ്കിൽ ഒന്നും ചോദിക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടായി വരും. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, സഹോദരനുമായിട്ട് അവൾക്ക് വളരെ ആത്മബന്ധമാണ്. അവളുടെ വിവാഹം കഴിഞ്ഞ് ഭർത്താവുമൊത്ത് സുഖമായിട്ട് ജീവിക്കുകയാണ്. ഭർത്താവ് ഗൾഫിലാണ്. സഹോദരന് അത്യാവശ്യം പറഞ്ഞപ്പോൾ അവളുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന പണം കുറേശ്ശെയായിട്ട് ഭർത്താവ് അറിയാതെ സഹോദരന് കൊടുക്കുകയായിരുന്നു. അദ്ദേഹം ഉടനെ മടക്കി കൊടുക്കുമെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ ഇപ്പോൾ 8-10 ലക്ഷം രൂപ കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ, എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാണ് എന്നൊക്കെയുള്ള ചോദ്യമാണ് അയാളുടെ പക്ഷത്തുനിന്ന് വരുന്നത്. മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, കൂടുതൽ ചോദിച്ചാൽ നീ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കയറി തൂങ്ങും എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് പറയുന്നത്. ഈ പെൺകുട്ടി ആകെ വെട്ടിലായിരിക്കുകയാണ്. ഈ ഭർത്താവ് കുറേശ്ശെയായിട്ട് ഇവളുടെ സമ്പാദിക്കാൻ കൊടുത്ത കാശാണ്. കാര്യം അവർക്കൊരു വീട് വെക്കണം, അതിനുവേണ്ടി കരുതി വെച്ച കാശാണ്. ഇനി നാട്ടിൽ അയാൾ എത്തിച്ചേരുമ്പോൾ വീട് പണി ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സഹോദരൻ ഇങ്ങനെ കൈമലർത്തി കാണിക്കുന്നത്. ആകെ കൂടി ദുരവസ്ഥയിലാണ് അവൾ നിൽക്കുന്നത്. ഇതുപോലെ എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ടെന്നോ. കൂട്ടുകാർക്ക് കൊടുത്തത്, ബന്ധുക്കൾക്ക് കൊടുത്തത്, സഹോദരങ്ങൾക്ക് കൊടുത്തത്, ഇങ്ങനെ പറഞ്ഞിട്ട് കാശ് കയ്യിൽ നിന്നങ്ങ് പോയി, പിന്നെ അത് തിരികെ കിട്ടുന്നുമില്ല. ഇത് വലിയൊരു അബദ്ധമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാശ്
നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്, നിങ്ങൾക്ക് സഹായിക്കാൻ ഇതുകൊണ്ട് കഴിയും എന്നിരിക്കൽ നിങ്ങൾ കൊടുത്തോളും, യാതൊരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ കുറച്ച് കാശ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അത് തിരികെ നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ 10,000-20,000 രൂപ നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുത്ത് സഹായിക്കാൻ പറ്റും. പക്ഷെ അത് അയാൾക്ക് മടക്കിത്തരാൻ ഏതെങ്കിലും കാരണവശാൽ പറ്റിയില്ല എങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു മുടക്കവും ഇല്ലാതെ നടന്നു പോകും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാശ് കൊടുത്ത് സഹായിക്കാൻ തുനിഞ്ഞോളൂ, അത് നല്ലതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അടുത്ത് തന്നെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു തുക അപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ അപ്പോഴത്തെ ഒരു തീരുമാനത്തിൽ എടുത്തു കൊടുത്തു, പിന്നെ അത് തിരികെ കിട്ടാതെ നിങ്ങളുടെ ജീവിതം അപകടത്തിലാകുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളുടെ സമ്മർദ്ദത്തിൽ പെടുമ്പോൾ ഒട്ടുമിക്ക പേരും ഇങ്ങനെ കാശ് സ്വന്തം കയ്യിലിരിക്കുന്നത് എടുത്ത് കൊടുത്തിട്ട് കടക്കണിയിൽ കുടുങ്ങി പോകാറുണ്ട്. അത്തരം ഒരു കെണിയിൽ പെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ ആദ്യമേ ഒരു ജാഗ്രത കൊടുക്കണം. കാര്യം മറ്റൊന്നുമല്ല, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട് എന്നുള്ള രീതിയിൽ ഇത് വിളിച്ച് പറഞ്ഞ് നടക്കാതിരിക്കുകയാണ് പ്രധാനം. ഇതിലൊരു കാര്യമുണ്ട്, ചിലരുണ്ടല്ലോ കാശുണ്ട് എന്ന് പറഞ്ഞ് ഭാവിച്ച് നടക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഇവരുടെ കയ്യിലോട്ട് കാശ് ഉണ്ടാവുകയില്ല. അത് മറ്റുള്ളവർക്ക് തോന്നും ഇവർ വലിയ കാശുകാരാണെന്ന്. അങ്ങനെ ഇവരടുത്ത് കടം ചോദിക്കും. ഇവർ ഈ കാശ് കൊടുക്കുന്നതാട്ടെ വേറെ എവിടെന്നെങ്കിലും മറിച്ച് കൊടുക്കും, കാര്യം ഇവർക്ക് കാശില്ലെന്ന് പറയുന്നത് ഇഷ്ടമല്ല. അങ്ങനെ മറിച്ചൊക്കെ കൊടുക്കും. അവസാനം വലിയൊരു ട്രാപ്പിലായിരിക്കും ഇവർ കുടുങ്ങി പോകുന്നത്. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, തങ്ങൾ അധ്വാനിച്ച കാശിന് കൃത്യമായി വാല്യൂ കൊടുക്കുന്നവർ. അവർ തങ്ങളുടെ കയ്യിൽ കാശുള്ളത് അങ്ങനെ പ്രകടിപ്പിച്ച് നടക്കാറൊന്നുമില്ല. അവർ സുരക്ഷിതമായിട്ട് എടുത്ത് സംഭരിക്കും. തങ്ങളുടെ ജീവിത ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് വിനിയോഗിക്കും. സഹായിക്കാൻ പറ്റുന്നവരെ ഇവർ സഹായിക്കുകയും ചെയ്യും. അത് അവരുടെ കയ്യിൽ അവരുടെ കരുതൽ പോലെയുള്ള ഒരു സഹായമായിരിക്കും ചെയ്യുക. അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് കാശുള്ളിടത്തോളം നമുക്ക് സഹായിക്കാം. പക്ഷെ ഇങ്ങനെ ഇല്ലാത്ത കാശ് എടുത്തു കൊടുത്ത് നമ്മൾ മറ്റൊരാളെ സഹായിച്ച് പെട്ടുപോകാതിരിക്കാൻ നമ്മൾ എപ്പോഴും ജാഗ്രത കൊടുക്കണം. ഇത് ജീവിതത്തിലെ വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാണ്. ഇത് പലരും ചെയ്യുന്ന കാര്യവുമാണ്. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ചിലർക്ക് പൈസയൊന്നും വേണ്ടിയിരിക്കില്ല. ചിലർക്ക് ചില ലോണുകളിലൊക്കെ ജാമ്യം നിന്ന് കൊടുത്താൽ മതി, ചില സെക്യൂരിറ്റി ഒക്കെ നിന്ന് കൊടുത്താൽ മതി എന്ന് പറയും. അങ്ങനെ സെക്യൂരിറ്റി ആയിട്ടൊക്കെ ചെന്ന് നിന്ന് അവർ ലോണൊന്നും തിരിച്ചടക്കില്ല, അതിൻ്റെ ബാധ്യതയെല്ലാം നമ്മുടെ മുകളിലേക്ക് വരും. അങ്ങനെയുള്ളൊരു അവസ്ഥയും വന്നു ചേരാറുണ്ട്. ഇതും ഈ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ കാണപ്പെടുന്ന പരസ്യങ്ങളുടെ പിന്നാലെ പോക്ക് എന്നുള്ളതാണ്. പലപ്പോഴും ചില അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചില യൂട്യൂബേഴ്സൊക്കെ ചില വീഡിയോകളൊക്കെ ചെയ്യും. ചില ആയുർവേദ ഔഷധങ്ങൾ, ഈ മരുന്ന് കഴിച്ചപ്പോൾ എൻ്റെ ഷുഗർ ഇത്രയുണ്ടായിരുന്നു, ഇത്രയായിട്ട് താഴ്ന്നു, ഇപ്പം എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വരുന്ന പരസ്യങ്ങൾ. ക്യാൻസർ മാറ്റാനുള്ള ഒറ്റമൂലി എന്നുള്ള പരസ്യങ്ങൾ. ഇത് വീട്ടിലെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് വച്ച് കഴിഞ്ഞാൽ പണമഴ പെയ്യും എന്നുള്ള രീതിയിലുള്ള പരസ്യങ്ങൾ. ഇങ്ങനെ തട്ടിപ്പിൻ്റെ രീതികൾ പല വിധത്തിലാണ്. ഒരു 2 കുമ്പിൾ എണ്ണയെടുത്ത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ കിഴറ്റം മുടി വളരുന്ന എണ്ണകൾ വരെ ഇപ്രകാരം വിൽക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്തരം പരസ്യങ്ങളിൽ അനുഭവസ്ഥരായിട്ടുള്ള കുറെ പേര് വന്ന് അവരുടെ അനുഭവങ്ങൾ പറയും. മാത്രമല്ല ഇതിന്റെ കമന്റ് ബോക്സിൽ ഇതേ പരസ്യ കമ്പനിക്കാരുടെ കുറേ ഏജന്റുമാർ വന്നിട്ട് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, വളരെ നന്നായിരുന്നു എന്നുള്ള രീതിയിൽ പറയും. ആരെങ്കിലും അയ്യോ ഇത് മോശമാണെന്ന് പറഞ്ഞാൽ ആ കമന്റ് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ തെറി വിളിക്കാനോ കുറച്ച് പേരുണ്ടാവും. ഇങ്ങനെയുള്ള പ്രോഡക്ട്സിന്റെ പിന്നാലെ, അതായത് വാലും തുമ്പൊന്നും നമുക്കറിയില്ല, ഇതിന്റെ ശാസ്ത്രീയത ഒന്നും അറിയില്ല, ഒരു കാര്യത്തെക്കുറിച്ച് അറിയില്ല, ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള പേരിൽ ആകർഷണീയമായ വാചകങ്ങളുടെ പിറകിൽ ചില പ്രത്യേക അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടിട്ട് അവിടെയൊക്കെ എത്തിച്ചേർന്ന് ചില അസുഖങ്ങൾക്കൊക്കെ മരുന്ന് സേവിച്ചു തുടങ്ങും. കയ്യിലെ കാശൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു. ഒടുവിൽ തൻ്റെ അസുഖം വളരെ സിവിയർ ആയിട്ടായിരിക്കും അയാൾ യഥാർത്ഥ ചികിത്സയൊക്കെ തേടാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകൾ, പണം കയ്യിൽ നിന്ന് ധാരാളം ചെലവഴിച്ചു കൊണ്ടുള്ള ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരസ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും ചില കാര്യങ്ങൾ കേട്ടറിയുമ്പോൾ അതിൻ്റെ വിശ്വാസ്യതയെ നമ്മൾ കൃത്യമായിട്ടൊന്ന് നിരീക്ഷിച്ചിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാവൂ. ഇല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളിൽ നമ്മൾ ചെന്ന് ചാടും. മാത്രമല്ല പലപ്പോഴും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയായവർക്ക് ഇത് പുറത്തു പറയാൻ നാണക്കേടായിരിക്കും. അത് തന്നെയായിരിക്കും ഇത്തരം തട്ടിപ്പ് നടത്തുന്നവരുടെ ആയുധം. ഇനി 1-2 പേരൊക്കെ ഇത്തരം കാര്യങ്ങൾ വെളി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊക്കെ അവർ ഏതെങ്കിലും സ്വാധീനങ്ങൾ ഉപയോഗിച്ചിട്ട്
മാറ്റിയെടുക്കുകയും ചെയ്യും. ബഹുഭൂരിപക്ഷം പേരും വീട്ടിലിരുന്ന് പറയും, അയ്യോ ഞാൻ ആ സാധനം ഓൺലൈനിൽ കൂടെ മേടിച്ചു അല്ലെങ്കിൽ ഓഫ്ലൈനിൽ കൂടെ മേടിച്ചു, ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല, ഒരുപാട് റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ മേടിച്ചതെന്ന്. ഈ അടുത്ത കാലത്ത് ഞാൻ ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് മേടിച്ചിരുന്നു. അപ്പോൾ അതിലുള്ള പ്രധാന ഒരു പരസ്യം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അകത്തൊരു കാർഡിൽ കൊടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ, ഇതിനെക്കുറിച്ച് നല്ല റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാഫ് എമൗണ്ട് തിരിച്ചു തരും. അതായത് ഞാൻ ഉപയോഗിച്ച് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആ പ്രോഡക്റ്റ് കംപ്ലൈൻ്റ് ആയി. പക്ഷേ ഞാനൊരു റിവ്യൂ എഴുതി അതിലിട്ട് കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞ് 5 റേറ്റിംഗും കൊടുത്ത് ഞാൻ റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഹാഫ് തിരിച്ചു കിട്ടും. അതും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്ത് കൊടുക്കണമെന്നാണ് എൻ്റെ നിയമം. അപ്പോൾ ആ ഒരു ദിവസത്തിനുള്ളിൽ, അതായത് കൈ കിട്ടിയോണ്ടേ നമ്മൾ എന്ത് ചെയ്യാം, ഇത്രയും ലാഭമാണല്ലോ എന്ന് പറഞ്ഞ് നല്ല റിവ്യൂ ഒക്കെ നമ്മൾ കൊടുക്കും. റിവ്യൂ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് കാശ് കിട്ടുമായിരിക്കാം, കിട്ടാതിരിക്കാതിരിക്കാം. ഞാൻ കൊടുത്തില്ല, എനിക്കറിയില്ല. എന്തായാലും ശരി, ഈ റിവ്യൂ നോക്കിയിട്ട്, ഇത്തരം പെയ്ഡ് റിവ്യൂകൾ കണ്ടിട്ടാണ് മറ്റൊരാൾ ഇത് മേടിക്കുന്നത്. നോക്കുമ്പോൾ എവിടെ വയ്ക്കല 5 റേറ്റിംഗ്, ഇത് കൊള്ളാമല്ലേ, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള സാധനമല്ലേ, എല്ലാവരും നല്ലതല്ലേ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇത്തരം കെണിയിൽ ചാടും. അതുകൊണ്ട് തന്നെ ഈ റേറ്റിങ്ങുകൾ ഓൺലൈനിൽ കണ്ടു കഴിഞ്ഞാൽ അതും ശരിയാണെന്നൊന്നും വിശ്വസിച്ചേക്കരുത്. ഇവിടെയും ഉണ്ട് ഒരുപാട് തട്ടിപ്പുകൾ. അതുകൊണ്ട് തന്നെ ഈ ഉപയോഗിച്ച് വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നിരീക്ഷണങ്ങൾ, പലതരം യൂട്യൂബ് ചാനലുകളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അവിടെ എല്ലാം നമുക്ക് ഇതിനെ പല വിധത്തിലുള്ള കീവേഡുകളിൽ സെർച്ച് ചെയ്യാം, അറിവുള്ളവർക്ക് ചോദിക്കാം. അങ്ങനെയൊക്കെ വേണം. ഒരു പ്രത്യേകിച്ച് ഹെൽത്തുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വളരെ ജാഗ്രത വേണം. പൈസ ഇച്ചിരി കയ്യിൽ നിന്ന് പോയാൽ പോയിന്നേ പറയാൻ പറ്റില്ല. ആരോഗ്യവും ജീവനും കൂടെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. അങ്ങനെയൊക്കെ പല ക്യാൻസർ മരുന്നുകളുടെയൊക്കെ തട്ടിപ്പുകൾ, ചില പച്ചിലയൊക്കെ അരച്ച് കലക്കി ജീവിതമൊക്കെ നശിപ്പിച്ച് കളഞ്ഞവർ ധാരാളമുണ്ട്. മഞ്ഞപ്പിത്തം, ഹെർണിയ, അങ്ങനെ പല രോഗങ്ങളുടെ പിന്നിൽ, ഒറ്റമൂലികളുടെ പിന്നാലെ നടന്നിട്ട് ജീവിതം നശിപ്പിച്ച എത്ര പേരുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തത്, നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് പഴയ സാധനം കൊടുത്ത് ഡിസ്കൗണ്ട് നേടുക എന്നുള്ളത്. അതായത് ചിലപ്പോൾ ചില ഫെസ്റ്റിവൽ സീസണിലാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. നിങ്ങളുടെ വീട്ടിലെ പഴയ മെത്ത അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം തന്നു കഴിഞ്ഞാൽ ഇത്രയും ശതമാനം നിങ്ങൾക്ക് കിഴിവ് തരാം എന്നുള്ള രീതിയിലായിരിക്കും ഇവർ പരസ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ വീട്ടിലുള്ള ചില പഴയ ടിവിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുചെല്ലുമ്പോൾ അവരൊരു ഡിസ്കൗണ്ടൊക്കെ തരും. ആ ഡിസ്കൗണ്ട് നോക്കുമ്പോൾ വളരെ ആകർഷണീയമായിട്ട് തോന്നും. നമ്മൾ ആ സാധനവും കൊടുത്ത് ആ പ്രോഡക്റ്റ് മേടിച്ചുകൊണ്ടുവരും. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും, എല്ലായിടവും ഞാൻ പറയില്ല, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ശരിക്കും പറഞ്ഞാൽ ഒരു ടി വിയുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൻ്റെയോ അതിൽ ആക്ച്വലി താഴ്ത്തി തരാൻ പറ്റുന്ന പ്രൈസിൽ മാത്രമായിരിക്കും അവർ തരിക. അല്ല, നമ്മുടെ ഓൾഡ് ആയിട്ട് നമ്മൾ കൊടുത്ത പഴയ പ്രോഡക്റ്റിന് ഒരു വിലയും അതിലിടില്ല. കാരണം നമ്മൾ ഇതേ പ്രോഡക്റ്റ് നമ്മൾ മേടിക്കാൻ പോകുന്ന ഡിസ്കൗണ്ടിൽ നമ്മൾ മേടിച്ച അതേ പ്രോഡക്റ്റിന് നിങ്ങൾ മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ അന്വേഷിച്ച് നോക്കൂ, നിങ്ങൾ ഡിസ്കൗണ്ടിൽ എടുത്തെന്ന് പറഞ്ഞ അതേ എമൗണ്ടിലായിരിക്കും ചിലപ്പോൾ ഓൺലൈൻ സൈറ്റുകളിലോ മറ്റൊക്കെ കിട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് ഡിസ്കൗണ്ട് നേടാമെന്നൊക്കെ പറയുന്നത് അത്ര കണ്ട് നല്ലതല്ല. നമ്മളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ വീടുകളിലൊക്കെ വരുന്ന ചിലർ, നിങ്ങളുടെ പഴയ മെത്ത ഞങ്ങൾ തിരിച്ചെടുത്തിട്ട് പുതിയ മെത്ത പകുതി വിലയ്ക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ നമ്മുടെ മെത്ത കുറച്ച് പഴകിയതല്ലേ, അപ്പോൾ ഇത് കൊടുത്തിട്ട് നല്ല പുതിയ മെത്ത ഡിസ്കൗണ്ട് കിട്ടാമെങ്കിൽ വളരെ നല്ലതല്ലേ എന്നൊക്കെ വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഓൾഡ് പ്രോഡക്റ്റ് മെത്ത എന്നല്ല, ഏതായാലും നിങ്ങൾ അല്ലാതെ ഒരു ഈ ആക്രി എന്ന് പറയുന്ന പഴയ സാധനങ്ങൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇവർക്ക് കൊടുത്തതിനേക്കാളും നല്ല നേട്ടത്തിന് നിങ്ങൾക്ക് ഒരു മണി നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഈ വാഹനങ്ങളെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ പുറത്ത് കൊടുക്കുന്നതിൻ്റെ അത്രയൊന്നും ഒരു ഷോറൂമിൽ നിന്ന് കിട്ടില്ല. പക്ഷേ ഇതിനൊന്നും സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ചിലർ പോവും. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല പറയുന്നത്. പലപ്പോഴും എക്സ്ചേഞ്ചുകൾ വഴിക്കൊക്കെ നമുക്ക് വലിയ നഷ്ടം സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ, അങ്ങനെയുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ധനനഷ്ടം. ഇന്നൊന്നും സമയമില്ല, എനിക്ക് എങ്ങനെയായാലും മതി, എൻ്റെ പൈസ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇതിലൊരു കബളിപ്പിക്കലും ഇല്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നവർക്ക് ഓക്കെ. ഞാൻ പറയട്ടെ, ചിലര് സത്യസന്ധമായിട്ട് നല്ല വിലയൊക്കെ തന്ന് പഴയ സാധനങ്ങൾ എടുക്കുന്ന ഏതെങ്കിലുമൊക്കെ കടക്കാരുണ്ടാവാം. പക്ഷെ 90% പേരിലും അങ്ങനെയല്ല. നിങ്ങൾ അവിടെ ഒരു ചെറിയ ചതിയിൽ പെടുകയാണ്, നിങ്ങൾക്ക് അവിടെ ഒരു ധനനഷ്ടം തന്നെയാണ് വരുന്നത് എന്നുള്ളത് ഉറപ്പിക്കുക. നാലാമത്തെ കാര്യം, നമ്മുടെ ലൈഫിൽ പലപ്പോഴും പറ്റിപ്പോകുന്നതാണ്. പലവട്ടം നമ്മളെ വഞ്ചിച്ച, വാക്ക് തെറ്റിച്ച, പറ്റിച്ചു കളഞ്ഞ ആളിനെ നമ്മൾ വീണ്ടും വിശ്വസിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ബന്ധുവാകട്ടെ, നമ്മുടെ പങ്കാളിയാവട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ, ആരായാലും ശരി.
ചില വ്യക്തികൾ നമുക്ക് വലിയ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ നമ്മളടുത്ത് പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കും. ചില പറ്റിക്കലുകൾ വളരെ ആഘാതമുള്ളതായിരിക്കും, ചിലത് അത്ര വലിയ ആഘാതമൊന്നും സൃഷ്ടിക്കില്ല. പക്ഷേ നിരന്തരം ഒരു വ്യക്തി നമ്മളെ കബളിപ്പിക്കുന്നു, വീണ്ടും അയാളുടെ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യം കൊണ്ട് നമ്മൾ അയാളെ വിശ്വസിച്ച് വീണ്ടും വീണ്ടും കെണികളിൽ ചെന്ന് പെടുകയാണെങ്കിൽ അത് വളരെ ശോചനീയമായ ഒരു മാനസികാവസ്ഥ തന്നെയാണ്. പക്ഷേ എന്തൊക്കെയോ വൈകാരികമായ അടുപ്പങ്ങൾ കൊണ്ട് പല വ്യക്തികളും ഒരിക്കൽ ചതിക്കപ്പെട്ട ആളിൽ നിന്ന് വീണ്ടും വീണ്ടും ചതികൾ ഏറ്റ് വാങ്ങുന്നത് കുടുംബജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും ധാരാളമായി കാണാറുണ്ട്. കാര്യം പലപ്പോഴും പറയാറുണ്ട്, എന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് അയാൾ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അപ്പോഴൊന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. ചില സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെയുള്ള തൊഴിലാളികളൊക്കെ അവിടുത്തെ മുതലാളിയെ ചില രീതിയിലൊക്കെ പറ്റിക്കുന്നു. ആദ്യമൊക്കെ അദ്ദേഹം അതിനെ കണ്ണടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒന്ന് ചെറുതായിട്ടൊക്കെ വഴക്ക് പറയാം, ചിലപ്പോൾ അത് കണ്ടില്ല എന്ന് മിണ്ടാതിരിക്കുക, അയാളുടെ തിരക്ക് കൊണ്ട് അതിനെ മൈൻഡ് ചെയ്യാതെ പോകാം. അവസാനം വലിയൊരു ചതിയിലൊക്കെ ചെന്ന് പെട്ടിട്ടായിരിക്കും ഈ മുതലാളി തിരിച്ചറിയുന്നത് താൻ വലുതായിട്ട് വഞ്ചിക്കപ്പെട്ടു എന്നുള്ളത്. പരമാവധി നമ്മളെ ഒരിക്കലെങ്കിലും വഞ്ചിച്ചിട്ടുള്ള ഒരാളെ നമുക്ക് ആളെ സൗഹൃദത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു വേണ്ട, പക്ഷെ അയാളെ വീണ്ടും വിശ്വസിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒരു ജാഗ്രത അവിടെ കൊടുക്കാൻ ശ്രമിക്കാം. കാര്യം ഈ വ്യക്തിയിൽ നമ്മൾ ഒരിക്കൽ വഞ്ചിച്ച് കബളിപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് വെച്ചുകൊണ്ട് അയാൾ വീണ്ടും നമ്മളെ വഞ്ചിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇനി 5ാമത്തെ കാര്യം ബഹുഭൂരിപക്ഷം പേരും ചെയ്യുന്ന പ്രശ്നം തന്നെയാണ്. അതായത് സ്വന്തം ആരോഗ്യത്തിലും സ്വന്തം ജീവിതത്തിലൊക്കെ ഒരു വലിയ പ്രത്യാശ വയ്ക്കുക. അതായത് എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, ഉണ്ടാകുന്നെങ്കിൽ തീരെ ചെറിയ വിഷയമായിരിക്കും, അത് കൈകാര്യം ചെയ്യാൻ എനിക്ക് അറിയാം എന്നുള്ള രീതിയിൽ ജീവിക്കുക എന്നുള്ളത്. അതായത് പറഞ്ഞു വരുന്ന ആരോഗ്യത്തെക്കുറിച്ചാണ്. എത്ര പറഞ്ഞാലും ശരി, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്ന് ഇവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അധികം മൈൻഡ് ചെയ്യാറില്ല. പലപ്പോഴും ഇവർ പറയും, അതിനുള്ള പൈസയൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ അതിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് എന്തിനാ എന്നൊക്കെ ആയിരിക്കും ഇവർ ചോദിക്കുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ പൈസ പോക്കല്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത്. അതായത് നമ്മൾ വർഷാവർഷം ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഒരു തുക അടയ്ക്കും. തുക അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ വർഷം അസുഖമൊന്നും വന്നില്ലെങ്കിൽ പിന്നെ ആ പണം തിരികെ കിട്ടില്ലല്ലോ. ചില കമ്പനികൾ ഒരു ബോണസ് കൊടുക്കാറുണ്ട്, വർഷാവർഷം നമ്മുടെ കയ്യിൽ നിന്ന് ബോണസ്. ചിലതിൽ ബോണസ് കിട്ടാറില്ല, നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്ന ഒരു ബോണസ് ഉണ്ട്. അത് ചില കമ്പനികൾ കൊടുക്കാറില്ല, മിക്കതിലും ഇന്നത്തെ കാലത്ത് നോ ക്ലെയിം ബോണസ് ഉണ്ട്. അതായത് നമുക്ക് ഈ വർഷം നമ്മൾ ക്ലെയിം ചെയ്തില്ലെങ്കിൽ വർഷാവർഷം അത് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന തരത്തിൽ നമുക്ക് കൂടുതലായിട്ട് തുക കിട്ടും. അതായത് ചിലപ്പോൾ ഒരാൾ 5 ലക്ഷം രൂപയ്ക്ക് ആണ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ അത് 10 വർഷത്തേക്ക് അയാൾ ചിലപ്പം ഒരു ക്ലെയിമും ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പം അയാളുടെ ആ പോളിസിയുടെ റേറ്റ് പിന്നീട് 10 ലക്ഷം രൂപ വരെ അയാൾക്ക് കിട്ടാനുള്ള സാധ്യത അവിടെ കിടക്കുകയാണ് അയാൾ പിന്നീട് ക്ലെയിം ചെയ്യുന്ന സമയത്ത്. അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ് ഈ ഹെൽത്ത് ഇൻഷുറൻസിലുണ്ട്. പക്ഷെ പലരും വിചാരിക്കും എൻ്റെ കയ്യിൽ ഒരു 5-6 ലക്ഷം രൂപയൊക്കെ കയ്യിലുണ്ടല്ലോ, അത് എമർജൻസി കേസിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ പണം കൊടുത്ത് നമുക്ക് ആ പ്രശ്നത്തെ നേരിടാമല്ലോ. ശരിയാണ്, ഒരു തവണ നമുക്കത് ഓക്കെയാണ്, നമ്മുടെ കയ്യിൽ 5-6 ലക്ഷം രൂപയുണ്ട്, നമ്മൾ ആ വിഷയം തരണം ചെയ്തു. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വിഷയം ശരീരത്തിന് പറ്റിപ്പോയാൽ പിന്നീട് അതിനെ തുടർന്ന് വലിയ വിഷയങ്ങളാണെങ്കിൽ വീണ്ടും വീണ്ടും ഫർദറായിട്ടുള്ള ആവശ്യങ്ങൾ വരും. അപ്പോൾ എന്താ പറ്റും, നമ്മൾ കരുതലായിട്ട് വെച്ചിരിക്കുന്ന തുക ആദ്യമേ തീർന്നു കഴിഞ്ഞു, പിന്നീട് അടുത്തടുത്തുള്ള ചികിത്സകൾക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കാശുണ്ടാവില്ല. പക്ഷെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ക്ലെയിം ചെയ്ത തുക നമുക്ക് തിരികെ കിട്ടും. മാത്രമല്ല വർഷാവർഷം നമുക്കത് കിട്ടുകയും ചെയ്യും. മാത്രമല്ല നമ്മളൊരു ഏജ് കടന്നിട്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ചെല്ലുന്നതെങ്കിൽ, നമുക്ക് ചില അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ടാണ് ചെല്ലുന്നതെങ്കിൽ പലപ്പോഴും നമുക്ക് ഇൻഷുറൻസ് കിട്ടുകയില്ല തന്നെ. നമ്മളടുത്ത് നമ്മൾ ഓൺലൈനിൽ ചോദിക്കുമ്പോഴും മറ്റൊക്കെ അവർ പറയും, നിങ്ങൾക്ക് ഹെൽത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തരും, പോളിസി തരുമെന്നൊക്കെ പറയുമെങ്കിലും പലപ്പോഴും ഇത് റിജക്റ്റ് ചെയ്യപ്പെടാനാണ് സാധ്യത. അങ്ങനെയാണ് കാണപ്പെടാറുള്ളത്. ഇല്ലെങ്കിൽ വളരെ ഉയർന്ന പ്രീമിയം നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചേക്കുക വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പം പലരും ചോദിക്കാറുണ്ട്, നമ്മൾ വെറുതെ അല്ലേ പണം അടയ്ക്കുന്നതെന്ന്. അങ്ങനെയൊന്നുമില്ല. ചിലപ്പം നിങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ഒരു 10, 30, 40 ഒക്കെ വയസ്സുള്ളവർക്ക് ചിലപ്പോൾ അപ്പോഴും ആവശ്യം വന്നില്ല എന്ന് നിൽക്കാം. എന്നാൽ അത് കടന്നിട്ട് മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമായിട്ട് വന്നേക്കാം, കൂടുതലായിട്ട് അത്യാവശ്യം. എന്നാൽ ആ സമയത്ത് പോയി നമുക്ക് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ പോരെ എന്നൊക്കെ നമ്മൾ ചിലർ ചോദിക്കാറുണ്ട്. അതും പറ്റില്ല. എപ്പോഴാണ് ശാരീരികമായിട്ടുള്ളൊരു അവസ്ഥ വരുന്ന ഒരു പ്രശ്നം വരുന്നതെന്ന്
നമുക്ക് അറിയാൻ പാടില്ലല്ലോ. കാര്യം നമുക്കൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇൻഷുറൻസ് കിട്ടാൻ പെടാപ്പാടാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല നല്ല പ്ലാനുകൾ നമ്മൾ നോക്കിയെടുക്കണം. ചിലപ്പോൾ നമ്മുടെ ഒരു ഏജന്റ് നമ്മുടെ അടുത്ത മുന്നിൽ വന്ന് ഒരു പ്ലാനിനെ കുറിച്ച് പറഞ്ഞാൽ അതാണ് നല്ല പ്ലാന് എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ഒട്ടേറെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാനുകൾ നമുക്ക് ഇപ്പം ഓൺലൈൻ വഴിക്കൊക്കെ എടുക്കാൻ പറ്റും. അത്തരം ഒരു പ്ലാറ്റ്ഫോമിനെ ഞാൻ പരിചയപ്പെടുത്താം. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ചെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള നിങ്ങളുടെ കയ്യിലെ കാശിനനുസരിച്ച് നിങ്ങൾക്കൊരു പോളിസി എടുക്കാം. അത് നല്ലൊരു മാർഗ്ഗമായിരിക്കും. മാത്രമല്ല നമ്മളിങ്ങനെ ഇൻഷുറൻസ് പോളിസി എടുത്താൽ ചിലർ പറയും, ഈ പോളിസി എടുത്ത് വെച്ചിരിക്കുന്നവർക്ക് പിന്നെ അസുഖമൊന്നും വരാറില്ല. എങ്കിൽ നല്ലതല്ലേ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ. നമ്മളൊരു പോളിസി എടുത്ത് വെച്ചിരിക്കുന്നു, നമുക്ക് ക്ലെയിം കിട്ടുകയല്ലോ, നമുക്ക് അസുഖം ഉണ്ടായിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണെന്നല്ലേ നമുക്ക് കരുതേണ്ടത്. എന്നാൽ ദൗർഭാഗ്യവശാൽ നമുക്കൊരു അസുഖം വരികയാണെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യാൻ കഴിയുകയും ചെയ്യും. പക്ഷെ പലപ്പോഴും പറയും ഇങ്ങനെ പോളിസി എടുത്തു വെച്ചിട്ട് ഞാൻ ക്ലെയിം ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ ചിലർ പറയും. ശരിയാണ്, നമ്മൾ തെറ്റായിട്ടുള്ള ചില വിവരങ്ങളൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് ആ തുക കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ കൃത്യമായി നല്ല റേറ്റിംഗ് ഉള്ള പോളിസികൾ നോക്കി ചൂസ് ചെയ്യണം. അതും നമുക്ക് ഞാൻ പറഞ്ഞ പ്ലാറ്റ്ഫോം വഴിക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല അവിടെ ഇന്ന പോളിസി തന്നെ നിങ്ങൾ എടുക്കണമെന്ന് അവർ നിർബന്ധമൊന്നും പറയില്ല. നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് നല്ല പോളിസി നോക്കി എടുക്കാവുന്നതുമാണ്. പിന്നെ ചിലർ ചോദിക്കും, നമ്മളിങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യം എന്താണ്, നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന്. ഒരു കാലത്തും നിങ്ങൾക്ക് രോഗം വന്നില്ലെങ്കിലാണ് നിങ്ങൾക്കത് അങ്ങനെ ഒരു സാധ്യത ഉള്ളത്. എന്തായാലും മനുഷ്യരുടെ ജീവിതത്തിലാകുമ്പോൾ 99% പേർക്ക് രോഗം വരും. അപ്പോൾ അത് ഉപകരിക്കപ്പെടുമെന്നുള്ളതാണ്. ഇനിയൊരു പക്ഷേ നിങ്ങൾക്ക് അത് ഒരിക്കലും രോഗമൊന്നും വന്നിട്ടില്ലെങ്കിൽ അതും നല്ലതല്ലേ. മാത്രമല്ല അങ്ങനെ നിങ്ങളിൽ നിന്ന് ലാഭിക്കുന്ന തുക എന്ത് ചെയ്യുന്നു, വേറെ ഒരുപാട് രോഗികൾക്ക് അങ്ങനെ അസുഖങ്ങൾ ബാധിച്ച് പ്രശ്നങ്ങളായവർക്ക് ഇവർ വീതിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണല്ലോ ഈ പോളിസി നിലനിൽക്കുന്നത്. അത് വലിയ പുണ്യമല്ലേ. നിങ്ങളുടെ കാശ് കൊണ്ട് നിങ്ങൾ കൊടുത്ത ഒരു സർവീസ് കൊണ്ട് ഒരുപാട് പേർക്ക് അസുഖം ഭേദമായി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരെ ആ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ സഹായിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പുണ്യമല്ലേ. അത് നിങ്ങളുടെ ജീവിതത്തിനെ ഏറ്റവും നല്ലതാക്കി മാറ്റില്ലേ. അതായത് നിങ്ങൾ അറിയാതെ നിങ്ങൾ കൊടുത്ത ഒരു എമൗണ്ട് കൊണ്ട് ഒരുപാട് പേർക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ആസ്വദിക്കാൻ പറ്റി എന്നുള്ളത് അതും നിങ്ങളുടെ ജന്മപുണ്യമായിട്ട് കരുതാൻ പറ്റുമല്ലോ. എന്തായാലും ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ അത് എടുക്കാതെ ഒരാൾ ഇന്ന കാലത്ത് കടന്നു പോവുകയാണെങ്കിൽ ഈ ഓരോ തവണ ഇങ്ങനെ ചികിത്സാ ചെലവുകൾ വർദ്ധിച്ചു പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അത് വിട്ടുപോകരുത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന 5 മണ്ടത്തരങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിച്ചത്. ഇനിയും ഒട്ടേറെ മണ്ടത്തരങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന 5 കാര്യത്തെ ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.